പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവം തന്ന നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിനെ പറ്റിയാണ്. ഇന്ന് നമ്മുടെ ഭൂമിയിൽ ന്യായം വിധിക്കുന്നത് ജഡ്ജിയാണ്. ഓരോ മനുഷ്യർ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും ഇവിടുത്തെ വിധി കർത്താവ് എന്ന് പറയുന്നത് ജഡ്ജിയാണ്. ഓരോരുത്തർക്കും അവരുടേതായ തെറ്റുകൾക്കനുസരിച്ച് അവരുടേതായ പാപങ്ങൾക്കനുസരിച്ച് അവിടെ വിധി കൽപ്പിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അത് ഒരു ദിവസം ദൈവത്തിന്റെ മുമ്പാകെ അത് മറുപടി കൊടുക്കേണ്ടതാകുന്നു. ഇവിടെ ന്യായം വിധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. രാജാവായ യേശു ക്രിസ്തുവാണ് അവിടെ ജഡ്ജിയായിട്ട് ഇരുന്ന് ന്യായം വിധിക്കുന്നത്. പ്രിയരെ, എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. നല്ല പ്രവൃത്തി ചെയ്താലും ചീത്ത പ്രവൃത്തി ചെയ്താലും എല്ലാത്തിനും അവിടെ നിന്ന് നിങ്ങൾക്ക് മറുപടി ലഭിക്കും. സ്വർഗീയ കോടതി നിങ്ങൾക്ക് മറുപടി തരും. ആ ദൈവത്തിന്റെ മുന്നിൽ ഒന്നും മറവല്ല. ദൈവത്തിന്റെ മുന്നിൽ എല്ലാം നഗ്നവും മലർന്നുമായിരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ഒരു രഹസ്യവുമില്ല. ആ ദൈവം നിനക്ക് വേണ്ടി ന്യായം വിധിക്കും. ഈ ദിവസങ്ങളിൽ പാപങ്ങളെല്ലാം വിട്ടുപോടി, തെറ്റുകളെല്ലാം വിട്ടുപോടി ദൈവത്തോടൊന്ന് ക്ഷമ ചോദിച്ച്, ദൈവം ഹിമം പോലെ ക്ഷമിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിന്റെ പാപങ്ങളെ ഒന്ന് ഏറ്റു പറയാവോ? ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്ങനെ ചെയ്ത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.